ഹലോ, ഷോപ്പുകാർ മുഖേന നമുക്കൊരു പണി കിട്ടിയെന്നുള്ളത് കേട്ടോ. കാരണം ഇത് നമുക്ക് ഓർഡർ വന്നിരിക്കുന്നത് മിഥില എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. അവരുടെ റിസപ്ഷനൊക്കെ എൻ്റെ നിന്നായിരുന്നു വാങ്ങിയത്. ഇതൊരു പിന്നെ റോസ് മിൽക്കിൻ്റെ ട്രസ്ലെച്ചസ് കേക്കായിരുന്നു. പുള്ളിക്കാരുടെ അപ്പൂപ്പൻ്റെ 90ാമത് ബർത്ത്ഡേ ആക്കി അതിൻ്റെ ആഘോഷങ്ങളൊക്കെ ആയിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പ് കേക്കിൻ്റെ ഡിസൈനൊക്കെ തന്നു. ഒരു ഫോട്ടോ അയച്ചിട്ട് അത് എഡിബിളായിട്ട് കേക്കിൻ്റെ സൈഡിലൊന്ന് സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ഷോപ്പിൽ വിളിച്ചപ്പം അവരുടെ പ്രിൻ്റ് കേടാന്ന് ആകെപ്പാട് പണി കിട്ടി. അപ്പം ഞായറാഴ്ചയാണ്, തിങ്കളാഴ്ച രാവിലെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എല്ലാ ഷോപ്പിലും വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞില്ല. ഞാൻ തിങ്കളാഴ്ച ആണെങ്കിൽ ഷോപ്പിൽ വന്ന് രാവിലെ നമുക്കിത് എടുത്തുകൊണ്ട് പോകാമെന്നൊക്കെ എടുക്കാം. അപ്പം എഡിബിൾ പ്രിൻ്റ് കിട്ടത്തില്ല. അങ്ങനെ പേപ്പർ പ്രിൻ്റ് തിരക്കിയപ്പോൾ അന്ന് ഷോപ്പ് അവധിയാണ്ട് അതും കിട്ടത്തില്ല. അങ്ങനെ എനിക്ക് ആകപ്പാട് വിഷമമായി. കാരണം അവരുടെ ഒരു ഫംഗ്ഷൻ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ കേക്കിന് കുറച്ച് സ്പേസ് ഇട്ടില്ല, നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ നിന്ന് എവിടുന്നേലും ഒരു പ്രിൻ്റ് എടുക്കാൻ പറ്റുമോ എനിക്കൊന്ന് എടുത്ത് വെക്കാൻ. കാരണം എനിക്ക് അന്നൊരു എക്സാം ഉണ്ട്. മാക്സിമം ഞാൻ കുറേ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്യാൻ, കാരണം അവർ നോക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ആ പണി നല്ല വിഷമമായി. കാരണം ആ ഒരു ഫോട്ടോ പ്രിൻ്റ് അവർക്ക് കിട്ടിയില്ല. അത്രയ്ക്ക് ഇതായിപ്പോയി. കാരണം ഷോപ്പുകളൊന്നും ഇല്ല, എല്ലാം ഇതായതുകൊണ്ട്. പിന്നെ അവർ പറഞ്ഞ അവരുടെ ഒരു ഫംഗ്ഷൻ ഇതായപ്പോൾ അവർ ഇച്ചിരി വിഷമമായിട്ട് പറഞ്ഞു. കേക്കൊക്കെ ടേസ്റ്റ് വൈസ് നല്ലതായിരുന്നു. അങ്ങനെ പക്ഷേ ഈ ഒരു കാര്യം കൊണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെയാണ് ഈ കേക്കിൻ്റെ റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ കവർ എപ്പോഴും കേക്ക് വെച്ച് കഴിയുമ്പോൾ റെഡി ആകത്തില്ല. അങ്ങോട്ട് അമുങ്ങി ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാക്കിങ്ങും അങ്ങോട്ട് ശരിയായില്ല, വലിയ പാടായിരുന്നു. പിന്നെ ഒരു 1/2 kg ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നുള്ളൊരു കേക്കായിരുന്നു. അത് സിമ്പിൾ ഡിസൈനായിരുന്നു, നോസിൽ ഡിസൈൻ. അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഇതിനകത്ത് മറ്റേ നോസിൽ ഡിസൈനായിരുന്നു. റെഫറൻസ് പിക്ക് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു മോഡലിൽ തന്നെ നമുക്ക് ചെയ്തെടുത്ത്. പക്ഷേ കേക്കിൻ്റെ ഇത് കവർ കറക്റ്റ് അവർ ഷോപ്പിൽ നിന്ന് തരുന്ന കറക്റ്റ് ഇതാണ്. പക്ഷേ നമ്മൾ കേക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് വെച്ചിട്ട് കേക്ക് വെച്ചിട്ട് അടയ്ക്കാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ വല്ലച്ചാലും ക്ലിംഗ് റാപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്താണ് കൊടുത്തു വിട്ടത്. ഇതൊക്കെയായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.